ഇതൊരു ഇൻസ്റ്റന്റ് ഉപ്പുമാവാണ്. ഇതൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാവാണിത്. നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണിത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും അതിരാവിലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു 500 ഗ്രാം റവയാണ് എടുത്തേക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ്. പിന്നെ 1 സ്പൂണ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കടലപ്പരിപ്പ്, സ്പൂണ് കാഷ്നട്ട്, 1 സ്പൂണ് നമ്മുടെ കപ്പലണ്ടി, കുറച്ച് കറിവേപ്പില, 1 സ്പൂണ് ഉപ്പ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കടുക് വേണം, ഒരു 3 സ്പൂണ് നമുക്ക് നെയ്യും കൂടെ വേണം. അപ്പം നമുക്കിത് ചെയ്യാം. പാൻ വെക്കുവാണ് ഇവിടെ. നമുക്ക് ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ ഇതിനകത്തോട്ട് ഇടുവാണ്. നമുക്കിതൊരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ എങ്ങനെ റോസ്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മളിത് ഒത്തിരി ബ്രൗൺ കളറായിട്ട് എടുക്കരുത്. ഈ കളറ് മാറാൻ പാടില്ല അധികം. കുറഞ്ഞ തീ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ ഇത് കുറച്ച് റോസ്റ്റ് ഉള്ള റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വേണ്ട ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ചെറിയ തീയിൽ അധികം കളർ മാറാതെ നമുക്കിത് വറുത്തെടുക്കണം. ശരിക്കും അതിൻ്റെ വറവാകുമ്പോൾ ഒരു മണം വരും അതിൻ്റെ റവ റോസ്റ്റ് ആയതിൻ്റെ. അപ്പോൾ നമ്മളത് ഇതിനകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഈ പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ റവയുടെ കളർ മാറും. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. റവ റോസ്റ്റ് ചെയ്ത റവ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കുവാണ്. ആ പാത്രത്തിൽ തന്നെ റവ ഇരുന്നാലേ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും, വറവ് കൂടുതലാകും. അതുകൊണ്ട് നമ്മളത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. വറുത്ത അതേ പാത്രം തന്നെയാണ് വീണ്ടും ഗ്യാസിൽ വെച്ചേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പൊ ഈ നെയ്യ് ഒന്ന് ശരിക്കും ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 1 സ്പൂൺ കടുക് ചേർക്കുവാണ്. അപ്പം നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത് അടുത്ത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം, 1 സ്പൂണ്. ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു 3 പച്ചമുളകാണ്. ഞാനിത് കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം നമുക്ക്. ഈ ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കാഷ്നട്ടും എല്ലാം ഇതിനകത്ത് നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക്. പച്ചമുളകെല്ലാം നല്ലവണ്ണം റോസ്റ്റ് ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ റവ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്ത് ചെറിയ കുറച്ച് തീയെ ഇടാവുള്ള ഫ്ലെയിം കുറച്ച് വെക്കണം.
കഴുകി ഒന്നും ചെയ്യരുത്, അടുക്കി പിടിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ നെയ്ക്കകത്താണ് ഇത് വറുത്തെടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവാണ്. അപ്പോൾ ഇതൊരു 2 മാസം നമുക്ക് കുറഞ്ഞത് വെളി വെച്ചേക്കാൻ പറ്റും. ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. നമ്മളിത് നന്നായിട്ട് ചെയ്തിട്ട് ഒരു അടപ്പുള്ള നല്ല അടപ്പുള്ള ഒരു ബോട്ടിലിനകത്ത് നമ്മളിത് സൂക്ഷിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു 2 മാസം അങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ ഉപ്പുമാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ട്, ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെയോ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം അതിനകത്ത് ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ല വെള്ളം ഇളക്കണം. അപ്പം വെള്ളം ഒഴിക്കുന്ന ഉടനെ കുറച്ച് മുകളിൽ കിടക്കണം ആ വെള്ളം. എന്നിട്ട് നമ്മളൊന്ന് ശരിക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അത് അടച്ച് വെക്കണം. പിന്നെ നമ്മൾ കഴിക്കാൻ നേരം അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം ഉണ്ടാക്കുന്ന നമ്മുടെ ഉപ്പുമാവിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇതെടുത്ത് കഴിക്കാം. അങ്ങനെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. കേടാവത്തൊന്നുമില്ല. ധൈര്യമായിട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിൽ കൊടുത്തുവിടാൻ നല്ലതാണിത്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനെയും കുറച്ച് നേരം ഇതൊന്ന് തണുക്കണം. ഇതിപ്പം നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തണുത്തിട്ട് അതെങ്ങനെയാ ചെയ്ത് കാണിക്കാം. അതെങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസവും എടുക്കേണ്ടതെന്നുള്ളത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിശപ്പ് എപ്പോൾ തോന്നിയാലും നമുക്കിതെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ശരിക്ക് തണുത്തതിന് ശേഷം ഒരു ജാറിലാക്കി വെച്ചിരിക്കുവാണിത്. അപ്പോൾ നല്ല മുറുക്കമുള്ള ഒരു ജാറിൽ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത്. കാറ്റൊന്നും കയറരുത് ഇതിനകത്ത്. നമുക്ക് എപ്പോൾ ഇത് എടുക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളതിൻ്റെ അടപ്പ് തുറന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാവ് പുറത്തെടുക്കുക. അപ്പം ഞാനിത് എങ്ങനെ എടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നമുക്ക് എത്ര ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഈ ഉപ്പുമാവ് ഈ ഡബ്ബയ്ക്കകത്തുനിന്ന് ബോട്ടിലിനകത്തുനിന്ന് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കുറേ ചൂടുവെള്ളം ഒഴിക്കണം ഇതിനകത്ത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചിതൊന്ന് കലക്കണം. അതിനുശേഷം നമ്മളിത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കും ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഇതാ നോക്കിക്കേ. ഒരു 3-4 മിനിറ്റ് നേരം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പുമാവാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. എന്നിട്ട് ഇതിന് നമ്മൾ ഇടുന്ന ഉപ്പുമാവിൻ്റെ മേളിൽ നിൽക്കണം വെള്ളം. നല്ല തിളച്ച നല്ല വെള്ളമായിരിക്കണം ഇതിനകത്ത് ഒഴിക്കുന്നത്. അടപ്പുള്ള നല്ലൊരു പാത്രത്തിൽ വേണം ഇത് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പാത്രമൊന്നും പൊട്ടരുത്. അതായത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഉപ്പുമാവിൻ്റെ പൊടി എടുത്ത് ഒരു പാത്രത്തിലിടുക. ആവശ്യത്തിന് അതിനകത്ത് വെള്ളം ഒഴിക്കുക. എന്നിട്ടത് അടച്ച് വയ്ക്കുക. ഒരു 4-5 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. നല്ല തിളച്ച വെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കേണ്ടത്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടിരിപ്പുണ്ട് ഇവിടെ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഒന്ന് കഴിച്ചു നോക്കണം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി. ഇതിങ്ങനെയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച ഉപ്പുമാവാണിത്. ഇതാ നോക്കിക്കേ എങ്ങനെയായിരുന്നത്. ഇതിനകത്ത് ആവശ്യത്തിന് എരിയും എല്ലാം ഉണ്ട്. ഒന്നും ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ചേർക്കണ്ട. ചൂടുവെള്ളം മാത്രം മതി നമുക്കിതിന്. ഇതിനകത്ത് എല്ലാം തയ്യാർ ചെയ്തിട്ടുണ്ട്. ചേരുവകളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾ വീട്ടുകളിൽ ഉണ്ടാക്കിയിട്ട് മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്കിത് ഉണ്ടാക്കി കൊടുത്തു വിടാൻ നോക്കണം. അവർക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ വിശക്കുവാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് കോളേജിലൊക്കെ പോകാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതുണ്ടാക്കുന്നത്. ഞാനിത് വീടുകളിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന് സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ
കാണാം. ബൈ.